കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡോൺ എംപയറിന് കുറേ കാര്യങ്ങൾ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് അദ്ദേഹം കാലയുടെ 9th പ്രൂഫ് ഓഫ് ഫോൾഡിംഗ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ക്ലിയോണിന് ഹാരി സെൽഡനെയും കാലയും ഒന്നും വലിയ മതിപ്പില്ല. അവരുടെ മാത്തിനൊന്നും ഇവർ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ ഡോൺ എംപയർ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ക്ലിയോൺ 12 ഭരിച്ചിരുന്ന കാലത്ത് കാലയുടെ 9th പ്രൂഫ് ഓഫ് ഫോൾഡിംഗ് ഒക്കെ അദ്ദേഹം നശിപ്പിച്ച് കളയാൻ ഉത്തരവിട്ടിരുന്നു. എന്നാലും അവശേഷിക്കുന്ന മാനുസ്ക്രിപ്റ്റ് ഇവർ ഡോൺ എംപയറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്പീരിയൽ സിസ്റ്റം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇമ്പീരിയൽ സിസ്റ്റം അതിന്റെ പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സംശയിക്കുന്ന ഈ കാലത്ത് ഒരുപാട് വർഷങ്ങളായി ഇവരെല്ലാം അവഗണിച്ച് കളഞ്ഞുകൊണ്ടിരുന്ന മാത്സിന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവാവാം എംപയറിനെ ഇങ്ങോട്ട് എത്തിച്ചത്. ഇത്രകാലം ഭരിച്ച എംപേഴ്സിൽ ഒരാൾക്കെങ്കിലും ഇങ്ങനെ തോന്നിയല്ലോ, കുറച്ചെങ്കിലും മെച്ചുവേർഡായിട്ട് ബോധത്തോടെ ചിന്തിക്കാൻ തോന്നിയല്ലോ. കാലയുടെ 9th പ്രൂഫ് ഓഫ് ഫോൾഡിംഗ് കിട്ടിയതും ഒറ്റ നോട്ടത്തിൽ തന്നെ എംപയറിന് മനസ്സിലാവുന്നുണ്ട് ഇത് ഒറിജിനലാണ്. ത്രാക്സിയൻ മാത്തമാറ്റീഷ്യനായ കാലെ ത്രാക്സ് സിൽക്കിൽ എഴുതിയ ഒറിജിനൽ കാലയുടെ 9th പ്രൂഫ് ഓഫ് ഫോൾഡിംഗ്. കോപ്പീസ് അല്ല ഇതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹാരി സെൽഡൻ ഗെയിലിന് ഇത് കൊടുത്തിരുന്നു. ഡെലിവറൻസ് ഷിപ്പിൽ ടെർമിനസിലേക്ക് പോയ ഗെയിൽ അവിടെ എത്തിയില്ല. അതിനിടെ ഹാരി സെൽഡൻ മരിക്കുകയും ഗെയിലിനെ നമ്മുടെ റേഷ് ഹെലിക്കണിലേക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അന്ന് അവളുടെ പക്കലുണ്ടായിരുന്ന 9th പ്രൂഫ് ഓഫ് ഫോൾഡിംഗ് എങ്ങനെ ഇവിടെ ഇമ്പീരിയൽ ലൈബ്രറിയിൽ വന്നു? അതിന് ലൈബ്രറിയൻ ഡോണിന് കൊടുക്കുന്ന ഉത്തരം, ഈ പ്രൂഫ് ചോദിച്ചു വരുന്നവരെ, കാലയുടെ ഈ ഒരു മാത്ത് ചോദിച്ചു വരുന്നവരെ മീറ്റ് ചെയ്യാൻ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. അയാൾ എല്ലാത്തിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരും. തൊട്ടടുത്ത ദിവസം ഇവിടെ അടുത്തുള്ള എറി ഡിസ്ട്രിക്റ്റിലുള്ള ടീ ഹൗസിൽ ചെല്ലാൻ പറഞ്ഞു. ഡോൺ എംപയറും ലൈബ്രറിയൻ പറഞ്ഞ പോലെ ടീ ഹൗസിലെത്തി. അവിടെ അദ്ദേഹത്തെ കാണാൻ വരുന്നത് ആരാണെന്ന് ഊഹിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ഗെയിൽ തന്നെ. ഗെയിലിന്റെ ഒരു പ്രൊജക്ഷൻ മാത്രമാണിത്. അവൾ നേരിട്ട് ട്രാൻഡറിൽ എത്തിയിട്ടില്ല. എന്തായാലും അവൾക്ക് എംപയറിനോട് സംസാരിക്കാൻ സാധിച്ചല്ലോ. ഡോണിനോട് സൗഹൃദം സ്ഥാപിച്ച് എംപയറിന്റെ കൂടി സപ്പോർട്ടോടെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണല്ലോ. വരാൻ പോകുന്ന ക്രൈസിസിലൊക്കെ ഫൗണ്ടേഷനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഡേ എംപയർ ടെർമിനസ് നശിപ്പിക്കുന്നതിന് മുമ്പ് ഹാരി സെൽഡൻ തന്നെ പ്രൈം റേഡിയന്റ് ഡെമേഴ്സലിന് കൊടുത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴാണ് ഗെയിൽ മനസ്സിലാക്കുന്നത്. ഈ ഡോൺ എംപയർ ഇദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലേ ഡെമേഴ്സൽ പ്രൈം റേഡിയന്റ് യൂസ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അന്ന് മുതലേ കൗതുകത്തോടെ അതിലെ മാത്തൊക്കെ ഇദ്ദേഹം നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ അതിനോട് താല്പര്യം തോന്നി. മാത്തമാറ്റീഷ്യൻസിനെയും അവർ പറയുന്ന കാര്യങ്ങളും മറ്റു പല എംപേഴ്സും അവഗണിച്ച് കളഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന് അങ്ങനെ അവഗണിച്ച് കളയാൻ തോന്നിയില്ല. അന്ന് മുതലേ ഡോൺ എംപയറും ഗെയിലും ഡെമേഴ്സൽ പോലും അറിയാതെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും എംപയറിന്റെ സുപ്രധാന തീരുമാനങ്ങൾക്ക് ഗെയിൽ കാരണമായിട്ടുണ്ട് എന്ന് പറയാം. ഇരുവരും പരിചയപ്പെട്ട അന്ന് മുതലേ നമ്മുടെ ഗെയിൽ മ്യൂൾ എന്ന വലിയൊരു അപകടം വരാനിരിക്കുന്നു എന്നുള്ള കാര്യം ഡോൺ എംപയറിനോട് പറയുന്നുണ്ട്. പ്രൈം റേഡിയന്റിന് പോലും കറക്റ്റായിട്ട് മ്യൂൾ എന്ന സൈക്കിക്കിനെ പറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ നമ്മുടെ ഗെയിലിന് സാധിച്ചല്ലോ. മ്യൂളിനും 152 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അങ്ങേരെ പറ്റി മനസ്സിലാക്കാനും ഇങ്ങനെ ഒരു വലിയ അപകടത്തെ നേരിടാനുണ്ടെന്നും അവൾ മനസ്സിലാക്കിയിരുന്നല്ലോ. ഇപ്പം മ്യൂൾ കാൽഗൻ പ്ലാനറ്റ് പിടിച്ചടക്കി. മ്യൂളിനെ നേരിടാനായി കാൽഗൻ പ്ലാനറ്റ് മുഴുവൻ ചുറ്റി വളയാൻ എംപേഴ്സിന്റെ ആർമി യൂസ് ചെയ്ത് കാൽഗൻ പ്ലാനറ്റ് ചുറ്റി വളയാനാണ് നമ്മുടെ ഗെയിൽ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാൽഗൻ ഒരു ഇൻഡിപെൻഡന്റ് പ്ലാനറ്റ് അല്ലേ. എംപയറിന്റെ കൺട്രോളിലുള്ള പ്ലാനറ്റ് ആണെങ്കിൽ തന്നെ അങ്ങനെ എൻക്ലോഷർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ആ പ്ലാനറ്റ് ചുറ്റി വളയാൻ പോയാൽ ഫൗണ്ടേഷൻ അതൊരു യുദ്ധമായി കണക്കാക്കും. അവിടെ ആക്രമണം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഡോൺ, നിങ്ങൾ അതൊന്ന് കുറച്ച് ടെൻഷൻ അടിക്കണ്ട. ഫൗണ്ടേഷന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഗെയിൽ, പക്ഷേ ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കൗൺസിലിന്റെ അപ്രൂവൽ വേണം. അതിന് ഗെയിലിന്റെ മറുപടി, ഡോൺ, കൗൺസിലിനെ ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമാണോ? ഇതൊരു സീരിയസ് സിറ്റുവേഷൻ ആണ്. മ്യൂൾ അത്ര വലിയ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ആക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഒരു കാരണവശാലും മ്യൂളിനെ മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ എമിസറീസിനെ ഒന്നും അയക്കരുത്. അയാളെ പറ്റി കേൾക്കുന്ന റൂമേഴ്സ് ഒക്കെ സത്യമാണ്. അയാൾക്ക് മറ്റൊരാളുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ ഡോൺ എംപയറിന് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നിയില്ല. മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക? മറ്റൊരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റൂ. നമ്മുടെ ഗെയിലാവട്ടെ ഇങ്ങനെയുള്ള മെന്റാലിക്സും ഇവിടെ ഉണ്ട്. അവരെ നേരിടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം എന്ന് പറയാണ്. ഇതേസമയം അങ്ങ് കാൽഗനിൽ ടോറിന്റെയും ബേറ്റിയുടെ കൂടെ മ്യൂളിന്റെ പാർട്ടിക്ക് ചെല്ലുവാണ് നമ്മുടെ ഹാൻ പ്രിച്ചർ. ശരിക്കും മ്യൂൾ ആരാണ്? എന്താണ് അവന്റെ ഉദ്ദേശം? അവന്റെ ആക്ച്വൽ ഉദ്ദേശം എന്താണ്? ഇത് മനസ്സിലാക്കുകയാണ് ഹാൻ പ്രിച്ചറിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്നാണ് ഇവൻ ടോറിനോടും ബേറ്റിയോടും പറയുന്നത്. ഇവിടെ മ്യൂളിന്റെ പാർട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കക്ഷിയുണ്ട്, മാഗ്നിഫിക്കോ ജിഗാന്റിക്കസ്. മ്യൂളിന്റെ ബല്ലാഡിയറാണ്, മ്യൂസീഷ്യൻ. അവന്റെ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് വിസി സോണോർ. ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവന്റെ മ്യൂസിക് മാത്രം മതി. ആ ടൈപ്പ് ഓഫ് ഹോണ്ടിങ് മ്യൂസിക് ഇത്രയും ആളുകളെ കൺട്രോൾ ചെയ്യാൻ മ്യൂളിനും ബല്ലാഡിയറും മാത്രം മതി എന്ന് പറയാം. ഇപ്പൊ തന്നെ ടോറിനും ബേറ്റയും ഹാൻ പ്രിച്ചറും ഇവർക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചുറ്റും നിൽക്കുന്നവരൊന്നും ഇവരെ കാര്യമായി ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം അവരൊക്കെ മാഗ്നിഫിക്കോയുടെ മ്യൂസിക്കിൽ മുഴുകി അതിൽ മാനിപ്പുലേറ്റഡ് ആയി അങ്ങനെ നൃത്തം ചെയ്യുവാണ്. ഹാൻ പ്രിച്ചർ മ്യൂളൊക്കെ ഇരിക്കുന്ന അങ്ങോട്ട് നടന്നു ചെല്ലാൻ ശ്രമിച്ചപ്പോൾ ഉടനടി തന്നെ മ്യൂൾ ഇവനെ കൺട്രോൾ ചെയ്തു. അയാളുടെ പവേഴ്സ് യൂസ് ചെയ്ത്, എന്താടാ നിനക്കെന്നെ ഇഷ്ടപ്പെട്ടോ? അല്ല, ആരായി ഗെയിൽ ഡോണിക്? അപ്പോഴേക്കും ബേറ്റയും ടോറിനും ഓടി ഹാൻ പ്രിച്ചറിന്റെ അടുത്ത് വന്നു. മ്യൂളിന്റെ കൺട്രോളിൽ നിന്ന് ആ ഒരു സൈക്കിക് പവേഴ്സിൽ നിന്ന് പുറത്തു വരുന്ന നമ്മുടെ ഹാൻ പ്രിച്ചർ ആവട്ടെ ഒട്ടും സമയം കളാതെ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇവൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഡേഞ്ചറസ് ആണ് മ്യൂൾ. ഇവനെ കൊണ്ട് അങ്ങേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങേരെ അത്രമാത്രം പവർഫുൾ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. പാർട്ടി തുടർന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ മ്യൂള് അങ്ങേരുടെ ബല്ലാഡിയറിനോട് അത്ര നല്ല രീതിയിലല്ല പെരുമാറുന്നതെന്ന് ടോറിനും ബേറ്റയും ശ്രദ്ധിക്കുന്നുണ്ട്. സംഭവം അങ്ങേരുടെ മ്യൂസിക് ഒക്കെ അടിപൊളിയാണെന്ന് മ്യൂൾ പറയുന്നുണ്ടെങ്കിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴുത്തിന് പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. മ്യൂളിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ മ്യൂസീഷ്യൻ മാഗ്നിഫിക്കോയ്ക്ക് തങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്ന ബേറ്റ ടോറിനോട് കുറച്ച് സമയത്തേക്ക് മ്യൂളിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് നിർത്താൻ ആവശ്യപ്പെടുവാണ്. എന്തിന്? മാഗ്നിഫിക്കോയെ കൺവിൻസ് ചെയ്യാൻ, അങ്ങേരെ ഇവരുടെ സൈഡാക്കാൻ. ടോറൻ ഓവർ സ്മാർട്ട് കളിച്ച് മ്യൂളിനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ തന്നെ എന്തോ ഉഡായിപ്പ് കൊണ്ട് വന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. മ്യൂളിനെ എന്റർടൈൻ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ടോറൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാണോ? എനിക്കറിയാവുന്ന ഒരു പ്രത്യേക
എന്റർടൈൻമെന്റ് രീതിയുണ്ട്. ഇൻസൾട്ട് ചെയ്, കമോൺ, നിനക്ക് പറ്റുന്ന പോലെ നീ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന മ്യൂള് തന്നെ പറഞ്ഞു. ആദ്യം ടോർണൊന്നും അടിച്ചെങ്കിലും മ്യൂള് പിന്നെയും നിർബന്ധിച്ചപ്പോൾ ഇവൻ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇതിനൊക്കെ മ്യൂള് ചിരിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഇങ്ങേറെ പ്ലാനാണ്, ഇവൻ ഈ പറയുന്നതൊക്കെ ഇങ്ങനെ ഏത് അർത്ഥത്തിലാണ് എടുക്കുന്നതെന്ന് ടോറൻ മനസ്സിലാക്കിയില്ലെന്ന് മാത്രം. ഇതേസമയം നമ്മുടെ ബെയ്റ്റ് പുള്ളിക്കാരി ഉദ്ദേശിച്ച കാര്യം കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പൊന്നെ പൊടിയെ വിളിച്ച് മാഗ്നിഫിക്കോയെ പക്കായിട്ട് കൺട്രോൾ ചെയ്തെടുത്തു. പാവ മനുഷ്യൻ നിസ്സാരമായിട്ട് മാഗ്നിഫിക്കോ ഇവളുടെ കൺട്രോളായി എന്ന് പറയാം. എന്നാൽ നമ്മുടെ ടോറിന്റെ അവസ്ഥയോ, മ്യൂളിനെ ഇൻസൾട്ട് ചെയ്യാൻ പോയതാണ്. അങ്ങേര് പറഞ്ഞത് കേട്ട് അതുപോലെ നമ്പി ഇൻസൾട്ട് ചെയ്യാൻ പോയിട്ട് ഇപ്പൊ ടോറിന്റെ കയ്യിലെ തൊലി അങ്ങേര് ഉരിച്ചെടുക്കുവാണ്. ഇവിടെ കാൽഗൻ പ്ലാനറ്റ് മാത്രം സ്വന്തമാക്കാനല്ല ഞാൻ വന്നത്, ഫൗണ്ടേഷനും എംപയറും മുഴുവൻ ഗാലക്സിയും സ്വന്തമാക്കാനാണ് വന്നത്. വേദന കാരണം ടോറിന് ഇയാളോട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിയപ്പോ, ഇപ്പൊ നിനക്ക് വേദന എടുക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോ പ്ലീസ് ഇനിയും എന്റെ തൊലി ഉരിക്കുമെന്ന് നീ എന്നോട് പറയും, എന്റെ കൈ കൊണ്ട് നീ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മരിക്കൂടാ. ഉടനടി ബെയ്റ്റൈം ടോറിനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഇവരുടെ 2 ചെറിയ ക്യാമറാസ് യൂസ് ചെയ്ത് ഫ്ലാഷ് ചെയ്ത് കിട്ടിയ ഗ്യാപ്പിൽ നമ്മുടെ ടോറൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. മ്യൂളിന്റെ ആളുകൾ ഇവരെ പിന്തുടർന്ന് വന്നെങ്കിലും ടോറനും ബെയ്റ്റയും ഇവരോടൊപ്പം മാഗ്നിഫിക്കോയും ഷിപ്പിൽ കയറി പ്ലാനറ്റിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചു. മ്യൂളിന്റെ സോൾജേഴ്സിനെ ഇവരുടെ ഷിപ്പിന് നേരെ ഒരു തവണ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചെറിയൊരു ഡാമേജ് ഉണ്ടാക്കിയെങ്കിലും ഷിപ്പിന്റെ ബാക്കി പവർ യൂസ് ചെയ്ത് മൂവരും പെട്ടെന്ന് ജമ്പ് ചെയ്തു പോയി. ഇവിടെ ട്രാൻഡർ ഇപ്പൊ നമ്മുടെ ഡേ എംപയർ സോങ്ങിനെയും കൂട്ടി ക്ലാവിഗർ ബറാക്സിലേക്ക് ചെല്ലുന്നു. എംബേഴ്സിന്റെ ക്ലാവിഗേഴ്സ് എല്ലാം ഇവിടെയാണുള്ളത്. നമ്മുടെ ഡേ എംപയറിന്റെ ഫസ്റ്റ് ക്ലാവിഗറാണ് ഈ പുള്ളിക്കാരൻ മേവൺ. ഇവര് ജസ്റ്റ് ഗാർഡ്സ് മാത്രമല്ല, എംബേഴ്സിന്റെ മെഷീനറി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. ഡേ എംപയർ ഇപ്പോൾ ഇദ്ദേഹത്തോടൊരു സഹായം ചോദിക്കാനാണ് ചെന്നിരിക്കുന്നത്. മേവനെ പറ്റി മുന്നേ തന്നെ ഡേ എംപയർ നന്നായി മനസ്സിലാക്കിയിരുന്നു. ഡേ എംപയറിന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇദ്ദേഹത്തിന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഇവർ എംപയർ സിസ്റ്റവും ഭരിക്കാനും ഒന്നും പുള്ളിക്കാരന് ഒരു താല്പര്യമില്ല. സോങ്ങിന്റെ കൂടെ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണം. ഇയാളിതൊരുമാതിരി മടുപ്പാണല്ലോ. പണ്ട് ഒരു ഡോൺ എംപയർ ഒരുത്തിയുടെ കൂടി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് പിന്നെ അങ്ങേർക്ക് സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഡേ എംപയർ ഇപ്പം മറ്റൊരു പെണ്ണിനെ വിശ്വസിച്ച് അവളുടെ കൂടെ പോകാൻ നിൽക്കുന്നു. എംപയർ ആണ്, ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇവരുടെ ജോലിക്കാരാണ്. എന്നിട്ടും അതിൽ വീണുപോയി പെണ്ണിനെ നമ്പിനാൽ ഉൾട്ടയാകുമെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ ഓരോ മണ്ടത്തരം കാണിക്കുന്നതാണെന്നൊക്കെ നമുക്ക് തോന്നും. മണ്ടത്തരമാണോ അതോ ഇങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹാപ്പി ലൈഫ് കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം. ഏതായാലും മറ്റു 2 എംപേഴ്സും ഡെമേഴ്സിലും ഒന്നും അറിയാതെ ഇദ്ദേഹത്തിന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇദ്ദേഹം മേവനോട് ആവശ്യപ്പെടുവാണ്. ഇതിൽ സോങ് ഒരുപാട് നാൾ ഗൊസമാർ കോട്ടിലായിരുന്നല്ലോ. പുള്ളിക്കാരുടെ മെമ്മറീസ് ഒക്കെ 24 മണിക്കൂർ കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുമല്ലോ, ഇറേസ് ചെയ്ത് കളയുമല്ലോ. അതെല്ലാം റിട്രീവ് ചെയ്ത് ഇത്രയും നാൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഓർത്ത് ആ ഓർമ്മയോടെ മുന്നോട്ട് ജീവിക്കാനാണ് ഇവരുടെ തീരുമാനം. മേവൺ ആദ്യം ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. കാരണം ഇവരെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനൊക്കെ ഇദ്ദേഹം സഹായിച്ചാൽ അധികം വൈകാതെ ഇദ്ദേഹം പിടിക്കപ്പെടും. കാരണം ഇങ്ങേർക്ക് ഇവരെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സഹായിച്ചു എന്നുള്ള ഓർമ്മയുണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഓർമ്മയടക്കം മെമ്മറീസ് അടക്കം എപ്പോഴും ഏത് സമയം വേണമെങ്കിലും എംബേഴ്സിന് ചെക്ക് ചെയ്യാമല്ലോ. രഹസ്യങ്ങളൊന്നും അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് കണ്ടുപിടിച്ചാൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് പറയുമ്പോൾ മേവന്റെ മകളുടെ രോഗം മാറ്റി കൊടുക്കാമെന്നാണ് നമ്മുടെ ഡേ എംപയറിന്റെ വാഗ്ദാനം. ഇമ്പീരിയൽ നാനൈറ്റ്സ് കൊടുക്കാമെന്ന്. ഇമ്പീരിയൽ നാനൈറ്റ്സ് യൂസ് ചെയ്ത് കൊച്ചിന്റെ രോഗമൊക്കെ മാറ്റി അവളെ ഭേദമാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയ റിസ്ക് എടുത്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇദ്ദേഹത്തിനും വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന്. മേവന്റെ മകളുടെ കാര്യം ഓർത്തിട്ടാവാം ഈ ഒരു വലിയ റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായി. ദെൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് ഡേ എംപയറും സോങ്ങും ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഇവർ പോകുന്ന അതേ വഴിയിൽ കുറേ മുന്നിലായിട്ട് അവിടെ ഡെമേഴ്സിൽ നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് ഡേ എംപയർ സംസാരിക്കുന്നത് നിർത്തി. എന്തു പറ്റി? നമ്മൾ ഇത്രയും ദൂരത്തല്ലേ, നമ്മൾ പറയുന്നൊന്നും അവൾക്ക് കേൾക്കത്തില്ല എന്ന് സോങ് അങ്ങോട്ട് പറഞ്ഞതും ഡേ എംപയർ സോങ്ങിനെയും സംസാരിക്കുന്നത് വിലക്കി. ഡെമേഴ്സിൽ അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞ് ഡേ ആ സത്യം അവളോട് തുറന്നു പറയാണ്. അതായത് ഡെമേഴ്സിൽ ഒരു റോബോട്ടാണ്. റോബോട്ട് വാഴ്സോട് കൂടി ഗാലക്സിയിലുള്ള സകല റോബോട്ട്സിനെയും ഇല്ലാതാക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു റോബോട്ട് മാത്രം അവശേഷിച്ചു. അത് ഡെമേഴ്സിലാണ്. അന്ന് മുതൽ എംബേഴ്സിനെ സേവിച്ച് പുള്ളിക്കാരി ഇങ്ങനെ തുടർന്നു പോകുന്നു. ഇതെല്ലാം കേട്ട് സോങ് ഞെട്ടിപ്പോകുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഡെമേഴ്സിൽ തന്നെ ഇക്കാര്യം സെഫേർ വൊറേലിസിനോട് പറഞ്ഞപ്പോഴും പുള്ളിക്കാരി ഒരുമാതിരി പകച്ചു നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഡെമേഴ്സിൽ നേരെ ഡോൺ ഡെസ്ക് എംപയർമാരുടെ അടുത്ത് നിന്ന് കാൽഗൻ പ്ലാനറ്റ് കൺട്രോൾ ചെയ്യുന്ന മ്യൂളിനെ കോൺടാക്ട് ചെയ്യുവാണ്. ഡോൺ എംപയർ മ്യൂളിന് മുന്നിൽ ഒരു ഡീല് വെച്ചു. കാൽഗൻ പ്ലാനറ്റ് സറണ്ടർ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, എന്നാലും ടാക്സ് അടച്ച് എംപയറിനെ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എംബേഴ്സിന്റെ ജെം ഗേറ്റ് ട്രേഡ് നെറ്റ്വർക്ക് ഇവർക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നൊക്കെ പറയാണ്. എംബേഴ്സ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്? ഞാൻ കാൽഗൻ പിടിച്ചടക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു എംപയറിനെ കണ്ടില്ലല്ലോ. അന്നെന്തേ കാൽഗനെ പ്രൊട്ടക്ട് ചെയ്യണ്ടായിരുന്നു? എവിടെ ചട്ടി പഠിക്കാൻ പോയി കിടക്കുമായിരുന്നു? നോക്ക് മ്യൂൾ, നിങ്ങൾക്ക് ഈ ഡീൽ ഓക്കെ അല്ലെങ്കിൽ ഇത് യുദ്ധത്തിലെത്തും. യുദ്ധോ? കൊച്ചർക്കാടാ, നിനക്ക് യുദ്ധത്തെ പറ്റി എന്തോന്നറിയാം? നീ സ്നഗ്ഗി ഇടാൻ പഠിച്ച പ്രായത്തിൽ ഞാൻ കൊല്ലാനാ പഠിച്ചേ. നീയൊക്കെ അങ്ങ് ട്രാൻഡറിലെ കൊട്ടാരത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്ന പറഞ്ഞ് ഓർഡർ ചെയ്യുന്ന പോലെ അല്ല. നീയൊക്കെയാണ് യുദ്ധത്തെ പറ്റി എന്നെ പാപ്പിക്കാൻ വരുന്നത് എന്നും പറഞ്ഞ് മ്യൂൾ അങ്ങ് പോയി. ഇതേ സമയം തന്നെ ഇവിടെ കാൽഗൻ പ്ലാനറ്റിൽ മ്യൂളിന്റെ ആളുകൾ എംപയർ ആർമിയെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങേറെ ബല്ലാഡിയറിനെ നമ്മുടെ ടോറിനും ബെയ്റ്റയും കടത്തിക്കൊണ്ട് പോയല്ലോ. അത് മ്യൂളിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആരാണ് ബല്ലാഡിയറിനെ ഇവിടുന്ന് കൊണ്ടുപോയതെന്ന് ഇതുവരെയും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവരെയെല്ലാം കൊന്ന് ഒരുപാട് ആളുകളെ ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇങ്ങേരി യൂസ് ചെയ്തിരുന്ന ഇങ്ങേറെ വെപ്പൺ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ബല്ലാഡിയറിനെ ആരോ കടത്തിക്കൊണ്ട് പോയതിന്റെ ദേഷ്യം ഇവരോടങ്ങ് തീർക്കുവാണ്. ഇതൊന്നും അറിയാതെ കൂളായിട്ട് സ്റ്റഫ് അടിച്ചു കയറ്റി സോങ്ങിന്റെ കൂടെ പെറ്റിനെ കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഡേ എംപയർ. ഏതാ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഒരു പണി എടുക്കണ്ട, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പെറ്റിനെ കളിപ്പിച്ച് നടന്നാൽ മതി. ഫുഡ് കഴിക്കേണ്ട സമയത്ത് പോയി ഫുഡ് കഴിക്കാം, തോന്നിയതൊക്കെ ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാം. എംപയർ ആയതുകൊണ്ട് എവിടെ വേണേലും കയറി ചെല്ലാലോ, ആരും ചോദ്യം ചെയ്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അധികാരം ഉണ്ടെങ്കിലും പുള്ളി അത് മിസ്യൂസ് ചെയ്യുന്നില്ല. സ്വന്തം കാര്യം നോക്കി ഒതുങ്ങി പോകാനേ ഇങ്ങനെ ശ്രമിക്കുന്നുള്ളൂ. ഇവിടെ തന്നെ ഇവരുടെ ഈ നിയമങ്ങൾക്കിടയിൽ ഈ ഒരു ഗലാക്ടിക് സിസ്റ്റത്തിനുള്ളിൽ പെട്ടുപോയി അങ്ങനെ ജീവിതം തീർക്കാതെ ആകെ പോയും കിട്ടിയ ഒരു ലൈഫ്. അതിപ്പോൾ ഒരു ക്ലോൺ ആണെങ്കിലും
തന്നെ ഇഷ്ടപ്പെടുന്ന സോങ്ങിന്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നു. ഒരു തരത്തെ ആലോചിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയേണ്ടി വരും. മറ്റ് എംബേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂട്ട് ഗൊസമാർ കോർട്ടിൽ പോയി ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ മുന്നിൽ പോയി സറണ്ടർ ചെയ്യുന്നതിന് പകരം ഒരാളുടെ കൂടെ സേഫായിട്ട് ഇവിടുത്തെ ഈ വലിയ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഡെമേഴ്സലിനെ പറ്റി അറിഞ്ഞതിന് ശേഷം സോങ്ങിന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഭയം കാരണമാകാം. റോബോട്ട്സ് അത്രമാത്രം ഡേഞ്ചറസ് ആയിരുന്നു, റോബോട്ട് വാസ് ഉണ്ടായിട്ടുണ്ട്, ഹ്യൂമൻസിനെ കൊന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റീസൺ. എന്തായാലും ഡെമേഴ്സൽ ഒരു റോബോട്ടാണെന്ന് അറിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിക്ക് പഴയ ഒരു ശുഷ്കാന്തി ഒന്നുമില്ല, ഒന്ന് ഞെട്ടിയ മട്ടാണ്. ഇതേ സമയം ഡെമേഴ്സൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡോൺ എംബെയർ പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഡേ എംബെയർ ത്രോൺ റൂമിലേക്ക് ചെല്ലണമെന്ന്. ഡേയും കൂടെ ചെല്ലുന്നു. ഡെമേഴ്സലിനെ കണ്ടതും നമ്മുടെ സോങ് അവളുടെ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ട് കാണിക്കുന്നുണ്ട്. ഡേ എംബെയർ ഇത് കാണുന്നില്ല കേട്ടോ. എന്താണ് സോങ് ഇവിടെ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം വ്യക്തമല്ല. ഡെമേഴ്സലിന് മനസ്സിലായിട്ടുണ്ടാവും. ഡേ എംബെയറും മറ്റ് 2 എംബേഴ്സ് സംസാരിക്കുന്നത് ചെന്നു. അവർ മ്യൂളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നോക്ക്, കാൽഗൻ പ്ലാനറ്റ് ഇവിടെയാണ്, തൊട്ടടുത്ത് നമ്മുടെ ഒരു ആർമി ബേസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് ആർമി അയക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ കണ്ടതല്ലേ അവൻ എത്ര ഡേഞ്ചറസ് ആണെന്ന്. അങ്ങനെ ഒരുത്തിനെ വെറുതെ അങ്ങ് വിട്ട് കളയണമെന്നാണോ പറയുന്നത്? ഇതെല്ലാം കേൾക്കുന്ന ഡേ എംബെയറിന് ഒരു ഐഡിയയും ഇല്ലെങ്കിലും യെസ് ഡോൺ പറയുന്നത് കറക്റ്റാണ്. അല്ല, ആരുടെ മോനെ ഈ മ്യൂൾ? ഫസ്റ്റ് സെൻട്രൽ ത്രോണിൽ ഇരിക്കുന്നവനായി പോയി, അല്ലെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കായിരുന്നു. പ്രൈം റേഡിയന്റിൽ ഇപ്പോൾ കാണുന്ന പോലെ 4 മാസത്തിനുള്ളിൽ വലിയൊരു നാശം വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രിപ്പയർ ആവേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവർ ചോദിക്കുമ്പോൾ ബ്രദേഴ്സ് 4 മാസത്തിനുള്ളിൽ എല്ലാം തകരാൻ പോവാ, എന്നാ പിന്നെ നമുക്കിവിടെ വിരൽ വിട്ടിരിക്കാം എന്നൊക്കെ എന്തൊക്കെയോ അവതാരങ്ങൾ ഇദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. എന്തൊക്കെയോ പൊടിപടലങ്ങൾ വലിച്ചു കയറ്റുന്നുണ്ടായിരുന്നല്ലോ, ഏതൊക്കെയോ സ്റ്റഫ് അടിച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ചന്ത ലാംഗ്വേജ്. ഗാലക്സി ഭരിക്കുന്ന എംബെയർ. ഡോൺ എംബെയർ ആവുന്നേ പോകുന്നേക്ക് ആർക്കെങ്കിലും എൻക്ലോഷർ ചെയ്യണം, അതിന് ഡേയുടെ പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഡെമേഴ്സൽ ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എംബേഴ്സ് സമ്മതിച്ചെന്ന് പറഞ്ഞാലും കൗൺസിൽ മെമ്പേഴ്സ് സമ്മതിക്കാൻ പോകുന്നില്ല, ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും ഡേ എംബെയറും പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ആർമി അയക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും കാൽഗനിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ അറിയിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. ദെൻ 3 മെമ്പേഴ്സും ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. ഒരേ രീതിയിൽ ഒരേ ഭാവത്തിൽ. ഒരാൾക്ക് ഗാലക്സിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുള്ള അങ്ങനെയുള്ള ചിന്ത, മറ്റൊരാൾക്ക് സോങ്ങിന്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കണം, അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുമെന്നുള്ള ചിന്ത. അടുത്തയാൾക്ക് താൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അധികം താമസിയാതെ ചാരമാവേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്ത. പിന്നെ ഇവരുടെ കുറച്ച് മൊമെന്റ്സ്. എന്തൊക്കെ പറഞ്ഞാലും ബ്രദേഴ്സ് ആണല്ലോ, ഒരുത്തിന് ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ബാക്കിയുള്ളവർ അങ്ങനെ അങ്ങ് തള്ളിക്കളയത്തില്ലല്ലോ. ദെൻ മേവൺ നമ്മുടെ ഡേ എംബെയറിന്റെ അടുത്ത് നിന്ന് ഇദ്ദേഹത്തിന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലാവിക്കർ ഡ്രസ്സിൽ റെഡിയായി ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ അധികം ആളുകൾ ശ്രദ്ധിക്കില്ല, അവിടെ ഒരു വാട്ടർ ഫ്ലോ ഉണ്ട്, സെക്യൂരിറ്റീസും കുറവാണ്, അതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും. ഇങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ട് തിരികെ സോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ അവിടെ സോങ്ങിന് പകരം നമ്മുടെ ഡെമേഴ്സലാണ്. ഒരു നിമിഷം എംബെയർ അങ്ങ് ഭയന്നു പോയി. ഡെമേഴ്സൽ സോങ്ങിനെ കൊന്നിട്ടുണ്ടാവൂ. എന്താ ഇവിടെ സോങ് എവിടെ? ഡെമേഴ്സൽ പറയുന്നതോ സോങ് അവളുടെ കയ്യിൽ ടച്ച് ചെയ്തു. അത് പഴയ ഒരു റിലീജിയന്റെ ബ്ലെസ്സിംഗ് രീതിയാണ്. ട്രാൻഡറിൽ ലെവൽ 88 ജീവിക്കുന്ന മൈക്കജൻ സെക്ടറിലുള്ള ആളുകളുടെ ഒരു റിലീജിയൻ ഉണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇല്ലീഗലായി കണക്കാക്കി വരുന്ന ഒരു മതവും അവരുടെ വിശ്വാസങ്ങളും. റോബോട്ടുകളെ സേവിച്ചിരുന്ന, റോബോട്ടുകളെ ദൈവമായി കണ്ടിരുന്ന മതങ്ങൾ, ഇൻഹെറിറ്റൻസ്, ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണ് നമ്മുടെ സോങ്. റോബോട്ടുകളെ സേവിച്ചിരുന്ന മതത്തിൽപ്പെട്ട സോങ്ങിന് ആ വിശ്വാസം പിന്തുടരുന്ന സോങ്ങിന്റെ മുന്നിൽ ഒരു റോബോട്ടിനെ കാണിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവളുടെ കൂറ് മാറും. എംബെയറിനെ അവൾ എത്രയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാലും റോബോട്ടുകൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഡെമേഴ്സൽ ഒരു റോബോട്ടാണെന്ന് അറിഞ്ഞതും അവളുടെ കൂറ് മാറി. അവൾ ദൈവമായി കണക്കാക്കുന്ന ഡെമേഴ്സലിനോട് അവൾ എല്ലാം തുറന്നു പറഞ്ഞു. ഡെമേഴ്സൽ സോങ്ങിന്റെ മെമ്മറീസ് എല്ലാം ഇറേസ് ചെയ്തിട്ട് അവളെ മൈക്കജനിലേക്ക് തന്നെ തിരിച്ചയച്ചു. ഇതെല്ലാം കേട്ട് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്ന ഡേ എംബെയർ അവിടെയുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. എംപയർ, എനിക്ക് വേണമെങ്കിൽ അവളെ കൊല്ലാമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ സീക്രട്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അവളെ കൊല്ലുന്നത് തന്നെയായിരുന്നു നല്ലത്. കൊന്നിരുന്നെങ്കിൽ ഇവിടുത്തെ രഹസ്യങ്ങളൊന്നും ഒരിക്കലും അവളിലൂടെ പുറത്തു പോകില്ലായിരുന്നു. എന്നാൽ അവളുടെ മെമ്മറി ഇറേസ് ചെയ്ത് കളയുന്നതും ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ എംപയർ, എനിക്ക് ഒരുപാട് ചോയ്സസ് ഒന്നുമില്ല. സെറ്റ് ചെയ്തു തന്നിരിക്കുന്ന നിയമങ്ങൾ പാലിക്കപ്പെടാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഇങ്ങനെ തലോടാൻ വന്നപ്പോൾ ഡേ എംപയർ ഇവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട് അടിച്ചു.